Hi, good morning. In today's lecture, we are going to discuss about Gibbs energy criteria for spontaneity and thermodynamic equilibrium. First of all, let us look at the logical approach. That is, a non-spontaneous or unnatural process can be made to occur only if work is supplied to the system from outside. എന്ന് വെച്ചാൽ ഒരു നോൺ സ്പോണ്ടേനിയസ് അല്ലെങ്കിൽ അൺനാച്ചുറൽ പ്രോസസ്സ് അൺനാച്ചുറൽ പ്രോസസ്സ് നടക്കുമ്പോൾ സിസ്റ്റത്തിലേക്ക് നമ്മൾ വർക്ക് എന്ത് ചെയ്യണം, സപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ ഒരു സ്പോണ്ടേനിയസ് അല്ലെങ്കിൽ നാച്ചുറൽ പ്രോസസ്സ് നടക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. യൂസ്ഫുൾ വർക്കേഴ്സ് പെർഫോംഡ് ബൈ ദി സിസ്റ്റം കോസിങ് എ ഡിക്രീസ് ഇൻ ഇറ്റ്സ് ഫ്രീ എനർജി. ദാറ്റ് ഈസ് ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സ് നടക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സ് നടക്കുമ്പോൾ സിസ്റ്റം തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങളൊരു നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നാച്ചുറൽ ഏർജ് ഇല്ലാത്ത, അതായത് സ്വയം നടക്കാത്ത പ്രോസസ്സാണ് നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സ്. അതൊരു എക്സ്റ്റേണൽ ആൾ വേണം അത് നടക്കണമെങ്കിൽ. സോ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ എക്സ്റ്റേണലി ഒരു ഇൻഫ്ലുവൻസിൽ മാത്രമേ ആ ഒരു പ്രോസസ്സ് നടക്കുകയുള്ളൂ. അത്തരം പ്രോസസ്സാണ് നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഒരു നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സ് നടക്കുമ്പോൾ നമ്മൾ ഔട്ട്സൈഡിൽ നിന്നും എന്ത് ചെയ്യണം, സിസ്റ്റത്തിലേക്ക് വർക്ക് സപ്ലൈ ചെയ്യണം, അല്ലേ? സോ അപ്പോൾ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സ് നടക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, സിസ്റ്റം തന്നെ എന്ത് ചെയ്യുന്നു, വർക്ക് സിസ്റ്റം തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. സോ അങ്ങനെ സിസ്റ്റം തന്നെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ അതിൻ്റെ ഗിബ്സ് എനർജി എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. Thus, a spontaneous process occurs with a decrease in its Gibbs energy. So, ഒരു spontaneous process നടക്കുമ്പോൾ അതിൻ്റെ ഗിബ്സ് എനർജിയിൽ ഡിക്രീസ് വരുന്നത് നമുക്ക് പറയാം. ഓക്കെ, whether there is no change in Gibbs energy, the process is at equilibrium. Then ഒരു പ്രോസസ്സ് നടക്കുന്നു, അപ്പോൾ അതിൻ്റെ ഗിബ്സ് എനർജിയിൽ യാതൊരു ചേഞ്ചും ഇല്ല. സോ നമുക്ക് എന്ത് പറയാം, അതായത് ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു 0 അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറും പ്രഷറും ആണെങ്കിൽ ഡെൽറ്റ ജി ടി P is equal to 0 എന്ന് പറയാം. When there is no change in Gibbs energy of the system, the process is obviously at equilibrium. അല്ലേ, ഒരു പ്രോസസ്സ് നടക്കുന്നതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഗിബ്സ് എനർജിയിൽ യാതൊരു ചേഞ്ചും ഇല്ല. സോ ഡെൽറ്റ ജി is equal to 0 ആണെങ്കിൽ ആ ഒരു പ്രോസസ്സ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു എന്ന് പറയാം. Then if the change in Gibbs energy is positive, the process is non-spontaneous. അതായത് ഗിബ്സ് എനർജി ചേഞ്ച് പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സ് എന്താണ്, നോൺ സ്പോണ്ടേനിയസ് ആണ്. ഓക്കെ, അത് നോൺ സ്പോണ്ടേനിയസ് ആണെന്ന് വെച്ചാൽ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിന് ചേഞ്ച് ഇൻ ഗിബ്സ് എനർജിക്ക് ഒരു വാല്യൂ ഉണ്ട്, അല്ലേ? ഇപ്പോൾ ഗിബ്സ് എനർജിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അത് പ്രോസസ്സ് നോൺ സ്പോണ്ടേനിയസ് ആണ്. ദെൻ ഗിബ്സ് എനർജി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ സ്പോണ്ടേനിയസും, ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ അത് നോൺ സ്പോണ്ടേനിയസും ആണ്. 0 ആണെങ്കിൽ അത് എന്താണ്, ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു. സോ ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസും, ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസും, ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ്, അത് പ്രോസസ്സ് ഇക്വിലിബ്രിയം ആണ്. ദാറ്റ്സ് ഓൾ. ദെൻ നമുക്ക് ഈ ഒരു കേസ് നമുക്ക് എങ്ങനെ മാത്തമാറ്റിക്കലി അറ്റൈൻ ചെയ്യാം, അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി ഈ ഒരു കൺക്ലൂഷൻസിലേക്ക് എങ്ങനെ എത്താം എന്ന് നമുക്ക് നോക്കാം. സോ ഗിബ്സ് എനർജി ഫംഗ്ഷൻ എന്താണെന്ന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു സിസ്റ്റത്തിൻ്റെ ഗിബ്സ് എനർജി ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം, ജി ഇസ് ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ്. എച്ച് എന്താണ്, എൻതാൽപ്പി, ടി ടെമ്പറേച്ചർ, എസ് എന്താണ്, എൻട്രോപ്പി. സോ നമുക്ക് എൻതാൽപ്പി എന്താണ്, എച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി ആണെന്ന് അറിയാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് എച്ച് ഹിയർ. ഇവിടെ എന്താണ്, എച്ചിന് പകരം യു പ്ലസ് പി വി കൊടുക്കുകയാണ്. ജി ഇസ് ഈക്വൽ ടു ഇൻസ്റ്റെഡ് ഓഫ് എച്ച് യു പ്ലസ് പി വി, ദെൻ ബാക്കി എന്താണ്, മൈനസ് ടി എസ്. ഓക്കെ, ഇക്വേഷൻ 2. അപ്പോൾ ഡിഫറൻസിയേഷൻ, ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്, എന്താണ്, ഡിഫറൻസിയേഷൻ ആണ്. ഡി ജി ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ എന്താണ് ഡിഫറൻസിയേഷൻ ചെയ്യാണ്. ഇവിടെ എന്തൊരു ടേമേ ഉള്ളൂ. സോ ഡി യു പ്ലസ്, ഇവിടെ എന്താണ്, പ്രഷറുണ്ട്, വോളിയം ഉണ്ട്. സോ ആദ്യം തന്നെ എന്ത് ചെയ്യാണ്, വിത്ത് റെസ്പെക്ട് ടു വോളിയം പീനെ കോൺസ്റ്റൻ്റ് ആക്കി വോളിയത്തിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. സോ പി ഇൻറ്റു ഡി വി പ്ലസ്, ദെൻ നെക്സ്റ്റ് എന്താണ്, വിനെ കോൺസ്റ്റൻ്റ് ആക്കുന്നു, ദെൻ പീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, പ്ലസ് വി ഇൻറ്റു ഡി പി. ഓക്കെ, അത്രയും കഴിഞ്ഞു. ദെൻ ടി എസ്, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, മൈനസ്, ആദ്യം ടീനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക, എസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ടി ഡി എസ്. ദെൻ നെക്സ്റ്റ് എസ് കോൺസ്റ്റൻ്റ് ആക്കുന്നു, ടിയെ ഡിഫറൻഷിയേറ്റ് ചെയ്തു, മൈനസ് എസ് ഡി ടി, ഇക്വേഷൻ 3. ഓക്കെ, സോ ഈ ജി ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി മൈനസ് ടി എസ്, അതിനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദെൻ അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് പ്രകാരം ഫസ്റ്റ് ലോയുടെ മാത്തമാറ്റിക്കൽ ഫോം എന്താ, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഹീറ്റ് പ്ലസ് വർക്ക്, അല്ലെ? ഹീറ്റ് അബ്സോർബ്ഡ് ഡി ക്യു പ്ലസ് ഡി ഡബ്ല്യു ആണെന്നറിയാം. ഓക്കെ, ഫ്രം ദിസ് അപ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് പ്രഷർ വോളിയം വർക്കാണെങ്കിൽ, അത് എക്സ്പാൻഷൻ വർക്കാണെങ്കിൽ
ആ എക്സ്പാൻഷൻ വർക്ക് മാത്രമേ സിസ്റ്റത്തിൽ ഉള്ളൂ എങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഇൻസ്റ്റെഡ് ഓഫ് ഡി ഡബ്ല്യു വി ക്യാൻ പുട്ട് മൈനസ് പി ഡി വി. ദാറ്റ് ഈസ് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് പി ഡി വി ഇഫ് ദ വർക്ക് ഈസ് എക്സ്പാൻഷൻ വർക്ക്. വർക്ക് എക്സ്പാൻഷൻ വർക്ക് ആണെങ്കിൽ ഡി ഡബ്ല്യു എന്ന് പറയുന്നത് മൈനസ് പി ഡി വി ആയിരിക്കും. സോ ഡി യു ഇസ് ഈക്വൽ ടു ഡി ക്യു മൈനസ് പി ഡി വി. ഓക്കെ, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഡി യു ഇൻ ഇക്വേഷൻ 3, അതായത് ഈ ഡി യുടെ വാല്യൂ ഡി യു ഇസ് ഈക്വൽ ടു ഡി ക്യു മൈനസ് പി ഡി വി കിട്ടിയല്ലോ. ഈ വാല്യൂ നമ്മൾ ഈ ഇക്വേഷൻ 3യിൽ ഡി യുവിന് ഇൻസ്റ്റഡ് എന്ത് ചെയ്യാണ്, കൊടുക്കാൻ പോവാണ്. ഇൻസ്റ്റഡ് ഓഫ് ദിസ് ഡി യു വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഡി യു വിത്ത് ഡി ക്യു മൈനസ് പി ഡി വി. ഡി യുവിന് പകരം ഡി ക്യു മൈനസ് പി ഡി വി ഈ ഇക്വേഷൻ 3യിൽ കൊടുക്കുകയാണ്. ദെൻ ഇക്വേഷൻ എന്തായിട്ട് മാറും, ഡി ജി ഇസ് ഈക്വൽ ടു ഡി ക്യു മൈനസ് പി ഡി വി. ഓക്കെ, ഡി ക്യു മൈനസ് പി ഡി വി എന്ന് കൊടുക്കുന്നു. ദെൻ ബാക്കിയുള്ള ടേംസ് എന്തൊക്കെയാണ്, പ്ലസ് പി ഡി വി ഉണ്ട്, പ്ലസ് വി ഡി പി. ഓക്കെ, കണ്ടോ, പ്ലസ് പി ഡി വി, അതായത് ഇവിടുത്തെ ഡി യു ആണ്, ഡി യുവിന് പകരമാണ് ഡി ക്യു മൈനസ് പി ഡി വി എന്ന് കൊടുത്തത്. ദെൻ ബാക്കിയുള്ള ടേംസ് ഒക്കെ അങ്ങനെ തന്നെ, പ്ലസ് പി ഡി വി പ്ലസ് വി ഡി പി മൈനസ് ടി ഡി എസ് മൈനസ് എസ് ഡി ടി. സോ ദെൻ ഇക്വേഷൻ നോക്കുകയാണ്, പ്ലസ് പി ഡി വി ഉണ്ട്, മൈനസ് പി ഡി വി ഉണ്ട്. സോ പ്ലസും മൈനസ് എന്തെയും സീറോ ആയി പോകും, അതായത് ക്യാൻസൽ ചെയ്ത് പോകും. റിമൈനിങ് ടേംസ് അതൊക്കെയാണ്, ഡി ജി ഇസ് ഈക്വൽ ടു ഡി ക്യു പ്ലസ് വി ഡി പി മൈനസ് ടി ഡി എസ് മൈനസ് എസ് ഡി ടി. ഇതിന് ഇക്വേഷൻ 5 എന്ന് കൊടുക്കുക. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ഇനി നമ്മൾ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലും പ്രഷറിലുമാണ് പ്രോസസ്സ് എങ്കിൽ ഈ ഡി ടി കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 0 എന്നാണ് അർത്ഥം. ഡി ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. സോ ഡി ടി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 0. അതുപോലെ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. ദെൻ ഡി പി ചേഞ്ച് ഇൻ pressure is equal to 0. So dt is equal to 0, dp is equal to, because process is taking place at a constant temperature and pressure. Okay, then dg നമുക്ക് tp എന്ന് എന്ത് കൊടുക്കാം, tp എന്താണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലും പ്രഷറിലുമാണ്. സോ ഡി ടി എന്ന ടേം 0 ആകുന്നു. ഇവിടെ ഡി ടി എന്ന ടേം ഏതാണ്, ഇത് 0 ആകുമ്പോൾ മൈനസ് എസ് ഡി ടി എന്ന ടേം 0 ആയി പോകും. ദെൻ ഡി പി ഉള്ള ടേം ഏതാണ്, ഇത് വി ഡി പി. അപ്പോൾ ഡി പി 0 ആകുമ്പോൾ വി ഇൻറ്റു ഡി പിയും 0 ആവും. ബാക്കിയുള്ള ടേംസ് എന്തൊക്കെയാണ്, ഡി ക്യു മൈനസ് ടി ഡി എസ് ആണ് ബാക്കിയുള്ള ടേം എന്ന് പറയുന്നത്, ഡി ക്യു മൈനസ് ടി ഡി എസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടി. ദെൻ മൂവ് ഓൺ ടു ഗിബ്സ് എനർജി ക്രൈറ്റീരിയൻ ഫോർ എ റിവേഴ്സിബിൾ പ്രോസസ്സ് ഓർ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ അല്ലെങ്കിൽ റിവേഴ്സിബിൾ പ്രോസസ്സിലെ ഗിബ്സ് എനർജി ക്രൈറ്റീരിയൻ എന്തായിരിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. When the change is reversible, dq reversible is equal to tds. ചേഞ്ച് റിവേഴ്സിബിൾ ആണെങ്കിൽ dqയുടെ വാല്യൂ എന്തായിരിക്കും, tds ആണ്. അതെങ്ങനെയാണ് കിട്ടിയത്, നമുക്കറിയാം ഡി എസ് ഇസ് ഈക്വൽ ടു എന്താണ്, എൻട്രോപ്പി ചേഞ്ച് ഇസ് ഈക്വൽ ടു ഡി ക്യു റിവേഴ്സിബിൾ ബൈ ടി ആണ്. ഓക്കെ, ഡി ക്യു റിവേഴ്സിബിൾ ബൈ ടി ആണ്. സോ അതിൽ നിന്നും ഡി ക്യു റിവേഴ്സിബിൾ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, ടി ഇൻറ്റു ഡി എസ് എന്ന് കിട്ടും. ഓക്കെ, ടി ഇൻറ്റു ഡി എസ് എന്ന് കിട്ടും. ദെൻ ദ ആർ എച്ച് എസ് ഓഫ് ദി ഇക്വേഷൻ 7 ബിക്കം 0. അതായത് ഇവിടെ ഡി ക്യുവിന് പകരം നമ്മൾ എന്ത് കൊടുക്കുകയാണ്, ടി ഡി എസ് കൊടുക്കുകയാണ്. ഓക്കെ, ഡി ക്യുവിന് പകരം ടി ഡി എസ് കൊടുക്കുമ്പോൾ ടി ഡി എസ് മൈനസ് ടി ഡി എസ് എന്ത് വരും, 0 വരും. ഓക്കെ, സോ എന്ത് മനസ്സിലാക്കാം, അറ്റ് equilibrium or reversible process, free energy change at constant temperature and pressure is equal to 0 for a finite change. ഒരു finite change ആണെങ്കിൽ ഡെൽറ്റ ജി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. സോ ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ്, ഇത് നമ്മൾ എൻട്രോപ്പിയുടെ ഇക്വേഷൻ അറിയാലോ. എൻട്രോപ്പിയുടെ ഇക്വേഷൻ തന്നെ ഡി എസ് ഇസ് ഈക്വൽ ടു ഡി ക്യു റിവേഴ്സിബിൾ ബൈ ടി. അതിൽ നിന്നാണ് നമുക്ക് ഡി ക്യു റിവേഴ്സിബിൾ ഇസ് ഈക്വൽ ടു ടി ഡി എസ് എന്ന് കിട്ടുന്നത്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഇത് ഈ സെയിം കാര്യം പറഞ്ഞു. അതായത് കഴിഞ്ഞ ക്ലാസ്സിലെ ഡെറിവേഷനിലും നമ്മൾ ഈ ഒരു പോർഷൻ പറഞ്ഞിരുന്നു. അതായത് ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ക്യൂ റിവേഴ്സിബിൾ ബൈ ടി. അപ്പോൾ ഇവിടുന്ന് ക്യൂ റിവേഴ്സിബിൾ നമുക്ക് എന്ത് കിട്ടും, ടി ഇൻറ്റു ഡെൽറ്റ എസ്. ക്യൂ റിവേഴ്സിബിൾ ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു ഡെൽറ്റ എസ്. ഇത് പ്രീവിയസ് ക്ലാസ്സിലുള്ള ഭാഗമാണ്. ഓക്കെ, ഇതുപോലെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്, ക്യൂ റിവേഴ്സിബിളിന് പകരം നമ്മൾ ടി ഡെൽറ്റ എസ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഈ ഡി ക്യൂവിന് പകരം ടി ഡി എസ്, ഡെൽറ്റ എസ് അല്ല, ഇവിടെ നമ്മൾ ഇൻഫൈനൈറ്റ്സിബിൾ ചേഞ്ച് ആണ്. സോ ടി ഡി എസ്, സോ ടി ഡി എസ് മൈനസ് ടി ഡി എസ് എന്ത് വരും, 0 വരും. സോ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അല്ലെങ്കിൽ റിവേഴ്സിബിൾ പ്രോസസ്സിൽ ഇത് എന്താണ്, ഗിബ്സ് എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ്. ദെൻ ഗിബ്സ് എനർജി ക്രൈറ്റീരിയൻ ഫോർ ഇറിവേഴ്സിബിൾ പ്രോസസ്. ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സിലെ ഗിബ്സ് എനർജി ക്രൈറ്റീരിയൻ ആണ് പറയുന്നത്. When the change is irreversible, the dq is less than that for a reversible process. അപ്പോൾ റിവേഴ്സിബിൾ പ്രോസസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡി ക്യു ഇറിവേഴ്സിബിളി അബ്സോർബ് ചെയ്ത ഈ ഡി ക്യു എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും. ഓക്കെ, ദെൻ ദ ആർ എച്ച് എസ് ഓഫ് ദി ഇക്വേഷൻ 7 ബിക്കം നെഗറ്റീവ്. അതായത്
നമ്മൾ ഈ ഒരു ഇക്വേഷനാണല്ലോ നമ്മൾ അറൈവ് ചെയ്ത് നിൽക്കുന്നത്. സോ ഈ ഒരു ഇക്വേഷനിൽ നമുക്കറിയാം ഇത് റിവേഴ്സിബിളിയാണ് നമ്മളിത് ഡിറൈവ്, ഇത് റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ കേസാണ്. ദെൻ നമ്മളിപ്പോൾ കണ്ടീഷൻ പറഞ്ഞത് ഇറിവേഴ്സിബിൾ പ്രോസസ്സ് ആണെങ്കിൽ ഈ ഇറിവേഴ്സിബിൾ പ്രോസസ്സും റിവേഴ്സിബിൾ പ്രോസസ്സും കമ്പയർ ചെയ്യുമ്പം ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ ഈ ഡി ക്യൂയുടെ വാല്യൂ കുറവായിരിക്കും. അപ്പോൾ ഇത് ചെറിയ സംഖ്യയും ഇത് വലിയ സംഖ്യ ആകുമ്പോൾ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്? നെഗറ്റീവ് വാല്യൂ അല്ലേ കിട്ടുന്നത്. ഓക്കെ, അതായത് ഇറിവേഴ്സിബിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഡി ക്യു ഇറിവേഴ്സിബിൾ വാല്യൂ വളരെ കുറവാണ്. റിവേഴ്സിബിളിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡി ക്യു ഇറിവേഴ്സിബിൾ വളരെ കുറവാണ്. സോ ഈ ഒരു വാല്യൂ ഇവിടെ എന്തായിരിക്കും? കുറവായിരിക്കും. സോ ഈ ഒരു ചെറിയ വാല്യൂയിൽ നിന്ന് വലിയ വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ ഒരു വാല്യൂ ഈ ഡി ജി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്താണ്? സീറോനേക്കാളും കുറഞ്ഞ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്, അതായത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, സോ നമുക്ക് കണ്ടീഷൻ ഇറിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ എന്താണ്? ഈ ഡി ജി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്താണ്? ലെസ് ദാൻ 0, 0യിലും കുറവാണ്. ഫോർ എ ഫൈനൈറ്റ് ചേഞ്ച് ഡെൽറ്റ ജി ടി പി ലെസ് ദാൻ 0. ഇറ്റ് ഫോളോസ് ദാറ്റ് ദ ഗിബ്സ് എനർജി ചേഞ്ച്, അതായത് ഫ്രീ എനർജി ചേഞ്ച് എന്നും പറയാം, for an irreversible process, that is for a spontaneous process at constant temperature and pressure, is negative. In other words, in the course of every spontaneous change, the Gibbs energy of the system decreases. എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സ്, ഇറിവേഴ്സിബിൾ പ്രോസസ്സുകളൊക്കെ എന്താണ്? സ്പോണ്ടേനിയസ് പ്രോസസ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും നടക്കുമ്പോൾ അവിടെയുള്ള ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവാണ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഏതൊരു സ്പോണ്ടേനിയസ് പ്രോസസ്സ് നടക്കുമ്പോഴും അവിടെ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഗിബ്സ് എനർജി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർ every spontaneous change, the Gibbs energy of the system decreases. അപ്പോൾ ഏതൊരു സ്പോണ്ടേനിയസ് പ്രോസസ്സ് നടക്കുമ്പോഴും സിസ്റ്റത്തിൻ്റെ ഗിബ്സ് എനർജി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ ആദ്യം തന്നെ ലോജിക്കൽ അപ്രോച്ചാണ്. ഈ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സ് നടക്കുമ്പോൾ നോൺ സ്പോണ്ടേനിയസ് അതുപോലെ തന്നെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലെ ഈ ഗിബ്സ് എനർജിയുടെ വാല്യൂ ആണ്. The spontaneous process occurs with a decrease in Gibbs energy. സോ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സ് നടക്കുമ്പോൾ ഒരു സിസ്റ്റത്തിന് ഗിബ്സ് എനർജി കുറയുകയാണ് ചെയ്യുന്നത്, അതായത് ഡെൽറ്റ ജി ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി നെഗറ്റീവാണ്. ഇത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണെങ്കിൽ ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി ഈസ് ഈക്വൽ ടു 0 ആണ്. അത് ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി 0 ആണ്. എന്ന് വെച്ചാൽ എന്താണ്? ഗിബ്സ് എനർജിയിൽ ചേഞ്ച് ഒന്നുമില്ല. ഓക്കെ, ഇനി ഒരു നോൺ സ്പോണ്ടേനിയസ് ആണെങ്കിൽ ഡെൽറ്റ ജി പോസിറ്റീവ് ആണ്, അപ്പോൾ അതിൻ്റെ വാല്യൂ കൂടുതലാണ്. ഓക്കെ, 0യിലും കൂടിയ വാല്യൂ ആണ് നമ്മുടെ ഒരു നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സ് നടക്കുമ്പോൾ. സോ അത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. നമ്മൾ മാത്തമാറ്റിക്കലി ഡിറൈവ് ചെയ്തതാണിത്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ കണ്ടീഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഡി ക്യു എന്ന് പറയുന്നത് എന്താണ്? ടി ഡി എസ് ആണെന്നറിയാം. സോ ടി ഡി എസ് മൈനസ് ടി ഡി എസ് 0 വരും. സോ റിവേഴ്സിബിൾ പ്രോസസ്സിൽ എന്താണ്? ഗിബ്സ് എനർജി ചേഞ്ച് ഇസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ദെൻ റിവേഴ്സിബിൾ പ്രോസസ്സും എന്താ? ഇക്വിലിബ്രിയം സ്റ്റേറ്റിലും സെയിം കണ്ടീഷൻ. ഓക്കെ, ഇക്വിലിബ്രിയത്തിലും റിവേഴ്സിബിളിലും ഇതിൻ്റെ ചേഞ്ച് എന്താണ്? 0 ആണ്. ദെൻ ഒരു ഇറിവേഴ്സിബിൾ എന്ന് പറയുമ്പോൾ സ്പോണ്ടേനിയസ് പ്രോസസ്സ്. ഓക്കെ, ഡി ക്യു ഇറിവേഴ്സിബിൾ, അതായത് ഇറിവേഴ്സിബിളി അബ്സോർബ് ചെയ്ത ഹീറ്റ് റിവേഴ്സിബിളി അബ്സോർബ് ചെയ്ത ഹീറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് വാല്യൂ വളരെ കുറവാണ്. സോ ഈ ഇവിടെ റിവേഴ്സിബിൾ പ്രോസസ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ഈ ഡി ക്യൂയുടെ വാല്യൂ കുറവായിരിക്കും. കുറഞ്ഞ വാല്യൂയിൽ നിന്ന് വലിയ വാല്യൂ കുറയ്ക്കുന്ന സമയത്ത് ഇവിടെ കിട്ടുന്ന ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. സോ ഡെൽറ്റ ജി ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഫോർ ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ് ഈസ് നെഗറ്റീവ്. അതെന്താണ്? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്നിങ്ങനെയും പറയാം, ഫോർ എവറി സ്പോണ്ടേനിയസ് ചേഞ്ച് ഗിബ്സ് എനർജി ഓഫ് ദ സിസ്റ്റം ഡിക്രീസസ്. സോ ഏതൊരു സ്പോണ്ടേനിയസ് പ്രോസസ്സ് നടന്നാലും സ്പോണ്ടേനിയസ് ചേഞ്ച് നടന്നാലും ഒരു സിസ്റ്റത്തിൻ്റെ ഗിബ്സ് എനർജി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.